നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ. സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കാൻ ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികളോട് അമേരിക്കയിലെത്താൻ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. വൈറ്റ് ഹൗസിലെത്തിയ ഇസ്രയേൽ ലെബനൻ പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച. ഒടുവിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ. ലെബനനിൽ ഹിസ്ബുള്ളയെ നിശേഷം ഇല്ലാതാക്കണമെന്ന വ്യവസ്ഥയാണ് ഇസ്രയേൽ ഈ ചർച്ചയിൽ മുന്നോട്ട് വച്ചത്. എന്നാൽ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ മണ്ണിൽ തുടരുന്നത് അംഗീകരിക്കില്ല എന്ന് ഹിസ്ബുള്ള നിലപാട് വ്യക്തമാക്കി. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു എന്നിവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സമാധാന കരാറിന്റെ വക്കിലെത്തിയത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾ ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ബഹുമാന്യനായ പ്രസിഡന്റ് ജോസഫ് ഔണിനോടും പ്രധാനമന്ത്രി ബിബി നെതന്യാഹുവുമായും ഞാൻ മികച്ച രീതിയിൽ സംസാരിച്ചു. ഈ ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം കൈവരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ്. സുസ്ഥിരമായ ഒരു കരാർ ഉറപ്പിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് JD വാൻസ്, സെക്രട്ടറി റൂബിയോ, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ എന്നിവരെ ചുമതലപ്പെടുത്തി. ലെബനൻ മണ്ണിൽ ഇസ്രയേൽ തുടരുന്നത് തടയാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നതാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. എന്നാൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നതുവരെ ഇസ്രയേൽ വിശ്രമിക്കില്ല എന്ന് ഇസ്രയേലും നിലപാട് വ്യക്തമാക്കുന്നു. പോരാട്ടം നിർത്തിവച്ചാലും ഇസ്രയേൽ തെക്കൻ ലെബനനിൽ തുടരുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഹോർമിസ് കടലിടുക്കിലെ ഉപരോധം നിലനിർത്തുന്നതും ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുന്നതും ഉൾപ്പെടെ ഇറാനെതിരെയുള്ള വാഷിംഗ്ടന്റെ കടുത്ത നിലപാട് തുടരുമെന്ന് ട്രംപ് പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ദശാബ്ദങ്ങളായി ശത്രുതയിൽ തുടരുന്ന ഇസ്രയേലും ലെബനനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഈ വെടിനിർത്തലോടെ വിരാമമാകും. ലെബനൻ മണ്ണിലേക്ക് എന്തുകൊണ്ട് ഇസ്രയേൽ പലപ്പോഴും കടന്നുകയറി ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു? അത് വല്ലാത്തൊരു കഥയാണ്. 1970-കൾ വരെ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു ലെബനൻ അറിയപ്പെട്ടിരുന്നത്. ബാങ്കിങ് ക്യാപിറ്റൽ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നും അറിയപ്പെട്ടിരുന്നു. പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലെബനൻ മണ്ണിൽ. സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും ഉണ്ടായിരുന്ന രാജ്യം. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്ത് 1960-കളിൽ അറിയപ്പെട്ടിരുന്നത് എ സിറ്റി ഓഫ് ലിറ്റിൽ സീക്രറ്റ്സ്, ഫുൾ ഓഫ് സിനിമാസ്, ഫുൾ ഓഫ് തിയേറ്റേഴ്സ് എന്നായിരുന്നു. കലയെയും കലാകാരന്മാരെയും ഒക്കെ വലിയ നിലയിൽ പ്രോത്സാഹിപ്പിച്ച രാജ്യം. 1970 വരെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലെബനൻ. ക്രിസ്ത്യാനികൾക്കുള്ള ഒരു പൊതു സ്വഭാവം സഹിഷ്ണുത, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള വെമ്പൽ. ലെബനൻ മണ്ണിലെ പുരോഗമന ചിന്താഗതിയുള്ള മനുഷ്യരുടെ രക്തത്തിലും സഹിഷ്ണുത കൂടുതൽ. ആ കാലഘട്ടത്തിലാണ് പലസ്തീനികൾ കൂട്ടമായി ലെബനനിലേക്ക് കുടിയേറിയത്. വിദ്യാഭ്യാസത്തിനും ജോലിക്കും അഭയാർത്ഥികളായും വലിയ തോതിൽ പലസ്തീനികൾ ലെബനൻ മണ്ണിൽ വന്നു. ചെറിയൊരു കാലയളവ് കൊണ്ട് അവരുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള സംഘർഷം ഹിസ്ബുള്ളയ്ക്ക് വളരെ മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. 1948-ൽ ഇസ്രയേൽ രാജ്യം രൂപീകൃതമാകുമ്പോൾ ലെബനൻ തങ്ങളുടെ അയൽ രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഇസ്രയേൽ രൂപീകരണത്തെ എതിർത്തു. അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധത്തിനിറങ്ങി. യുദ്ധത്തിൽ ഒരു പരസ്യ നിലപാട് ലെബനൻ കൈക്കൊണ്ടില്ല. എങ്കിലും അറബ് രാജ്യങ്ങൾക്ക് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചു. ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായി തുടങ്ങിയ യുദ്ധം തുടർന്ന് പലസ്തീനികൾ കൂട്ടത്തോടെ ലെബനനിലേക്ക് അഭയാർത്ഥികളായി എത്തി. ഇത് ലെബനൻ മണ്ണിലെ ജനസംഖ്യാനുപാതം തെറ്റിച്ചു. ഭൂരിപക്ഷ ക്രിസ്ത്യൻ സമുദായത്തെ വകച്ചു മാറ്റിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ലെബനനിൽ ഭൂരിഭാഗം ക്രിസ്ത്യൻ സമുദായമായിരുന്നു. തീരദേശ നഗരങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ. ലെബനൻ സുന്നി മുസ്ലിങ്ങളും ലെബനൻ ഷിയ വിഭാഗങ്ങളുമൊക്കെ അവിടെ ന്യൂനപക്ഷമായി തുടർന്നു. ഷിയ മുസ്ലിമുകൾ കൂടുതലായി വസിച്ചിരുന്നത് തെക്കൻ ലെബനൻ പ്രദേശങ്ങളിലും ബെക്കാം താഴ്വരയിലും. ദ്രൂസും ക്രിസ്ത്യാനികളുമൊക്കെ രാജ്യത്തിന്റെ പർവ്വത പ്രദേശങ്ങളിൽ അധിവസിച്ചു. ആ കാലഘട്ടത്തിൽ ലെബനൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വരേണ്യവർഗത്തെ അടയാളപ്പെടുത്തി. രാജ്യത്തിന്റെ പാർലമെന്ററി ഘടന ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ലെബനൻ ക്രിസ്ത്യാനികൾക്കൊരു നേതൃസ്ഥാനം നൽകി. ലെബനൻ പ്രസിഡന്റ് അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടയാൾ. ലെബനനിലെ മുസ്ലിം സമുദായം വലിയൊരു ന്യൂനപക്ഷമായിരുന്നു. എന്നാൽ 10,000-കണക്കിന് പലസ്തീനികളുടെ ഒഴുക്ക് വീണ്ടും ലെബനനിലെ ജനസംഖ്യാപരമായ മാറ്റത്തിന് കാരണമായി. ലെബനനിലെ ക്രിസ്ത്യൻ ആധിപത്യമുള്ള സർക്കാർ മറുവശത്ത് മുസ്ലിങ്ങൾ, പാൻ അറബിസ്റ്റുകൾ, ഇടതുപക്ഷ ഗ്രൂപ്പുകൾ എന്നിവയിൽ നിന്ന് വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നു. ക്രിസ്ത്യാനികൾ കൂടുതലും പാശ്ചാത്യ ലോകവുമായി ഇഴുകിച്ചേർന്നു.
എന്നാൽ മുസ്ലിങ്ങൾ, പാൻ അറബിസ്റ്റുകൾ, ഇടതുപക്ഷക്കാർ എന്നിവരുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചു. സോവിയറ്റ് യൂണിയനും മറ്റ് അറബ് രാജ്യങ്ങളുമായിരുന്നു മുസ്ലിം സമുദായം കൂടുതൽ വിശ്വാസമർപ്പിച്ച ഭരണകേന്ദ്രങ്ങൾ. ചെറുത്തുനിൽപ്പിനായി പിന്നീട് ലെബനൻ ക്രിസ്ത്യൻ മിലിഷ്യകൾ സ്ഥാപിതമായി. മറുവശത്ത് പലസ്തീൻ വിമതർ ലെബനൻ മണ്ണിൽ ചുവടുറപ്പിച്ചു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിൽപ്പെട്ട നിരവധി ആളുകൾ മിലിഷ്യകളുടെ ഭാഗമായി. ഒടുവിൽ 1975 അവിടെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു വശത്ത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മാരോണൈറ്റ് ക്രിസ്ത്യൻസ്, മറുഭാഗത്ത് മുസ്ലിം സമുദായ അംഗങ്ങൾ. ആഭ്യന്തര യുദ്ധത്തിൽ വിദേശ ശക്തികൾ ഇടം പിടിച്ചു. സിറിയ, ഇസ്രയേൽ, ഇറാൻ എന്നിവർ വ്യത്യസ്ത ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾക്കും ഷിയ മുസ്ലിമുകൾക്കുമിടയിൽ വലിയ സംഘർഷം. ആഭ്യന്തര യുദ്ധത്തിൽ അന്ന് പൊലിഞ്ഞത് 1,50,000-ഓളം ജീവൻ. മറുഭാഗത്ത് ധാരാളം ക്രിസ്ത്യാനികൾ വിദേശങ്ങളിലേക്ക് കുടിയേറി. ഒടുവിൽ 1989 ഒരു സമാധാന കരാർ. ആഭ്യന്തര യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഇടപെടലുകൾ ശക്തമായിരുന്നു. പലപ്പോഴും ഇസ്രായേൽ ഇടപെടലിനെതിരെ ഒരു ചെറുത്തുനിൽപ്പ് വേണമെന്ന് തെക്കൻ ലെബനനിലെ ഷിയ മുസ്ലിം വിഭാഗം ശഠിച്ചു. ഇറാൻ അവർക്ക് ഇന്ധനം പകർന്നു. തുടർന്നവിടെ ഹിസ്ബുള്ള രൂപീകൃതമായി. 2000 ആണ്ടിൽ ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തി കടന്ന് 3 പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് അവരെ വധിച്ചു. എന്നാൽ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ 2004 ജനുവരി 29 തടവുകാരുടെ മൃതദേഹങ്ങൾ കൈമാറി. 2006 ജൂലൈ 12 ഇസ്രായേൽ അതിർത്തി കടന്ന് 8 ഇസ്രായേലി സൈനികരെ അവർ കൊലപ്പെടുത്തി. 2 പേരെ തട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ 2006 ലെബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ഇത് കാരണമായി. ലെബനനിലെ ഷിയ മുസ്ലിം സൈനിക ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. ഇസ്രായേലുമായി നിരവധി ആക്രമണങ്ങളാണ് അവർ നടത്തുന്നത്. 1982 അന്ന് ആഭ്യന്തര യുദ്ധത്തിൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റം. അതിനെതിരെ ചെറുത്തുനിൽക്കാൻ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഹിസ്ബുള്ള. അറബിയിൽ ഹിസ്ബുള്ളയുടെ പേര് ദൈവത്തിന്റെ പാർട്ടി. 1985 ഔദ്യോഗികമായി തങ്ങളുടെ അസ്തിത്വം അവർ പ്രഖ്യാപിച്ചു. ലെബനനിൽ ഒരു ഇസ്ലാമിക സർക്കാരിനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ രൂപീകരണം. ലെബനൻ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്നും ഹിസ്ബുള്ള അധികാരം പിടിച്ചാൽ ഭാവിയിൽ ലെബനൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും ഇസ്രായേൽ കരുതി. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ആ രാജ്യത്തിൻ്റെ ഭരണനിർവഹണം പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്തു ഇസ്രായേൽ. 2000 ആണ്ടിലാണ് 18 വർഷം ഇസ്രായേൽ അധിനിവേശം തുടർന്ന് ലെബനൻ മണ്ണിൽ നിന്ന് അവർ പിൻവാങ്ങിയത്. എന്നാൽ പിന്നീട് 2000 ആണ്ടിലും 2006 ആണ്ടിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള കടന്നുകയറി ആക്രമണം നടത്തുന്ന 2 സംഭവങ്ങൾ. ഇതോടെ 2006 ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ യുദ്ധം നടത്താൻ ഇസ്രായേൽ തീരുമാനമെടുത്തു. 34 ദിവസം നീണ്ടുനിന്ന യുദ്ധം. 1125 ലെബനീസ് സൈനികർ കൊല്ലപ്പെടുന്നു. അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാർ. 119 ഇസ്രയേലി സൈനികരും 45 ഇസ്രയേലികളും കൊല്ലപ്പെട്ടു. ലെബനനിലുള്ള സായുധ ഗ്രൂപ്പുകൾ നിരായുധീകരിക്കണമെന്ന ആവശ്യം തുടർന്ന് ഇസ്രയേൽ മുന്നോട്ട് വെച്ചു. ലെബനനും ഇസ്രയേലും തമ്മിലുള്ള അനൗദ്യോഗിക അതിർത്തിയായ ബ്ലൂ ലൈൻ ഏകദേശം 30 കിലോമീറ്റർ വടക്ക് ലിറ്റാനി നദിക്ക് അനുസൃതമായി പിൻവാങ്ങണമെന്നും ഇസ്രയേൽ ലെബനനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതനുസരിക്കാൻ ഹിസ്ബുള്ള തയ്യാറായില്ല. ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ഇറാന്റെ പ്രഖ്യാപനം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഇതേ മുന്നറിയിപ്പ് ഹിസ്ബുള്ള തുടർച്ചയായി ഇസ്രയേലിന് നൽകി. ഇറാനിൽ നിന്ന് വൻതോതിൽ ഹിസ്ബുള്ള ആയുധങ്ങൾ ശേഖരിച്ചു. ഇറാനിയൻ ധനസഹായം, പരിശീലനം, ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടർന്ന് ഹിസ്ബുള്ള നടത്തി. 2009 ഹിസ്ബുള്ള ഒരു പ്രഖ്യാപനം നടത്തി. ഇസ്രായേലുമായി ഏതെങ്കിലും തലത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയില്ല. ലെബനന് പുറത്ത് ജൂത ഇസ്രായേലി ലക്ഷ്യങ്ങൾക്കെതിരെ നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ ഇതിനിടയിൽ ഹിസ്ബുള്ള നടത്തി. 1992 മുതൽ 2024 സെപ്റ്റംബറിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതുവരെ ഷിയ പുരോഹിതനായിരുന്ന ഹസൻ നസ്രള്ളയാണ് ഹിസ്ബുള്ളയെ നയിച്ചത്. ഹിസ്ബുള്ളയെ ഒരു രാഷ്ട്രീയ ശക്തിയായും സൈനിക ശക്തിയായും മാറ്റുന്നതിൽ നസ്രള്ള നിർണായക പങ്ക് വഹിച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരർ നടത്തിയ ഭീകരാക്രമണം. തുടർന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാനെടുത്ത തീരുമാനം. ഇതോടെ അതിശക്തമായ പ്രത്യാക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്.
മറുവശത്ത് സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു. അസദിന്റെ കീഴിൽ സിറിയ ഇറാനുമായുള്ള ഹിസ്ബുള്ളയുടെ ബന്ധങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ബാഷർ അൽ അസദ് വീണതോടെ സിറിയയിൽ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു തകർത്തു. 2021 1,00,000 പോരാളികൾ തങ്ങൾക്കുണ്ട് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നത്. 50,000-ഓളം തീവ്രവാദികൾ അവരുടെ ക്യാമ്പിലുണ്ടായിരുന്നു എന്ന് അന്താരാഷ്ട്ര കണക്കുകൾ. ലെബനൻ സൈന്യത്തിന്റെ തലവനായിരുന്നു ഔൺ. ഹിസ്ബുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ ലെബനൻ ഭരണാധികാരിയാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ലെബനൻ രാജ്യത്ത് ആയുധം വഹിക്കാനുള്ള പ്രത്യേക അവകാശം ഹിസ്ബുള്ളയ്ക്ക് താൻ നൽകുമെന്ന പ്രഖ്യാപനത്തോടെ ജോസഫ് ഔൺ ലെബനൻ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. 2005 മുതൽ രൂപീകരിച്ച എല്ലാ മുൻ മന്ത്രിസഭകളിലും ഹിസ്ബുള്ളയുടെ പ്രാതിനിധ്യം. ലെബനനിലെ മാരോനൈറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളും ദ്രൂസുകളുമൊക്കെ ഇസ്രായേലിനെ തങ്ങളുടെ സംരക്ഷകരായി കരുതുന്നു. ഇസ്രായേലിന്റെ അസ്തിത്വം തകർക്കാൻ നിനച്ചിറങ്ങിയ ഹിസ്ബുള്ളയെ തുടച്ചു നീക്കാനായി പിന്നീട് ഇസ്രായേൽ എടുത്ത ശപഥം. തങ്ങൾക്ക് വീട് കിട്ടുന്ന ഓരോ അവസരങ്ങളും അവർ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി. ഇസ്രായേലിന് നേർക്ക് ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. ഒടുവിൽ ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ഹിസ്ബുള്ളയെ വീണ്ടും അതിശക്തമായി ആക്രമിച്ചു ഇസ്രായേൽ. തെക്കൻ ലെബനൻ, പ്രത്യേകിച്ച് ലിറ്റാനി നദിക്കിപ്പുറം ഇസ്രായേൽ തങ്ങളുടെ ബഫർ സോണായി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളോട് ചേർന്ന ഗ്രാമങ്ങളൊക്കെ ഇതിനകം തന്നെ തുടച്ചു നീക്കപ്പെട്ടു. ഇത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ഇനി ലെബനൻ മണ്ണിൽ അനുവദിക്കില്ല എന്നതാണ് ഇസ്രായേൽ നിലപാടും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.